അബുദാബിയിൽ റംലാൻ ഓഫറിൻ്റെ ഭാഗമായി അപ്പാർട്ട്മെൻറ്റിനൊക്കെ 25% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേട്ടത് ശരിയാണോ? അതെ, ശരിയാണ്. ഇപ്പോൾ 25% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ റമദാൻ ഓഫറായിട്ട് അപ്പാർട്ട്മെൻറ്റ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. വെറും 25% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് മന്ത്ലി 1% കൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1 ബെഡ്റൂമും 2 ബെഡ്റൂമും ഒക്കെ അബുദാബിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അബുദാബിയിൽ ഇപ്പോൾ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്? റൈറ്റ് നൗ അവൈലബിൾ ആയിട്ടുള്ളത് യാസ് ഐലാൻഡിലും അതുപോലെ തന്നെ മസ്താർ സിറ്റിയിലുമാണ്. മസ്താർ സിറ്റിയിൽ ഇപ്പോൾ 20% ഡിസ്കൗണ്ടിൽ 2 ബെഡ്റൂം 1.4 മില്യണും അതുപോലെ തന്നെ 3 ബെഡ്റൂം 1.7 മില്യണുമാണ് കിട്ടുന്നത്. ശരിക്കും അബുദാബി എത്രത്തോളം സേഫ് ആണ് ഇപ്പോൾ ക്ലയൻസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ? അബുദാബി ഹൈലി റെഗുലേറ്റഡ് ആണ്. ഇവിടെ നാട്ടിലെ പോലെയല്ല UAE കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഓരോ സ്റ്റേജസിലായിട്ടാണ് ഗവൺമെൻറ് ഡെവലപ്പറിന് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. സോ അബുദാബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും സെക്യൂർ ആൻഡ് സേഫ് ആണ്. അപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യേണ്ടത് വില്ലയോ അപ്പാർട്ട്മെൻറ്റോ വാങ്ങാൻ വേണ്ടി മാത്രമല്ല, ക്ലയൻറ്റ് എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, ഫ്രം സെലക്ഷൻ യൂണിറ്റ്സ് ടു ഫൈനാൻസ് വ്യൂ മൊത്തമുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലയൻറ്റിന് അഡ്വൈസ് കൊടുക്കാൻ പറ്റുമല്ലേ? അതെ, ക്ലയൻസിന് ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും നല്ല പ്രോപ്പർട്ടീസ്. പക്ഷേ അവരെ ഫൈനാൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല ഒരു ന്യൂ പ്രൊജക്റ്റ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ വേണ്ടിയിട്ട്. ഒരുപാട് ബ്രോക്കേഴ്സ് മാർക്കറ്റിൽ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് അൽ ഗസൽ ടീമിനെ തന്നെ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യണം? അബുദാബിയിൽ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് റെഗുലേഷൻ പ്രകാരം ADM ലൈസൻസ്ഡ് ബ്രോക്കേഴ്സിന് മാത്രമാണ് പ്രോപ്പർട്ടീസ് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബ്രോക്കേഴ്സിന് ഈ ലൈസൻസ് കിട്ടുന്നത് അവരൊരു എക്സാം തരുന്നുണ്ട്. ആ എക്സാം പാസ്സായവർക്ക് മാത്രമാണ് അബുദാബി ബ്രോക്കർ ലൈസൻസ് കിട്ടുന്നത്. സോ ഇങ്ങനത്തെ ട്രസ്റ്റഡ് ടീമിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോപ്പർട്ടീസ് സെല് ചെയ്യാനോ റെൻ്റൽ ചെയ്യാനോ സാധിക്കും. അപ്പോൾ ഏതായാലും കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക.